ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജേണൽ എൻട്രീസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെബിറ്റ് എങ്ങനെ എടുക്കണം, ക്രെഡിറ്റ് എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ. അപ്പൊ നമുക്ക് ഇനി ഒരു എക്സാം ക്വസ്റ്റ്യൻ നോക്കിയാലോ. നമുക്ക് ആദ്യം ഞാനിവിടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് ഏതൊക്കെ ആസ്പെക്ട് വരും എന്നുള്ളതൊക്കെ നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ട്രാൻസാക്ഷൻ. ഇതിൽ മെജോറിറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്, എങ്ങനെ ഡെബിറ്റ് എടുക്കണം, എങ്ങനെ ക്രെഡിറ്റ് എടുക്കണം എന്നുള്ളതൊക്കെ. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ്, ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. അതായത് ഓണർ 2 lakh rupees കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ആസ്പെക്ട് ആണ്. ദെൻ ഇവിടെ ക്യാഷ് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അടുത്ത ആസ്പെക്ട് ആണ് ക്യാഷ്. അപ്പൊ ക്യാഷ് ഇവിടെ ഇൻക്രീസ് ആവുന്നുണ്ട്, ക്യാപിറ്റലും ഇൻക്രീസ് ആവുന്നുണ്ട്. സോ ക്യാപിറ്റൽ ഇൻക്രീസ് ആകുമ്പോൾ ക്രെഡിറ്റ് ബാലൻസും, ക്യാഷ് ഇൻക്രീസ് ആകുമ്പോൾ ഡെബിറ്റ് ബാലൻസും ആണ്. അതുകൊണ്ട് ഇത് സിമ്പിൾ ഒരു ജേണൽ എൻട്രി ആണ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ഓക്കെ, ഇനി അടുത്തത് വരുന്നൊരു കോൺട്രാ എൻട്രി ആണ്. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് 80,000 കൊടുത്ത ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതായത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പൊ എന്താ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോൺട്രാ എൻട്രി ആണ്. നമ്മുടെ കയ്യിലുള്ള ചെയ്തു, ബാങ്കിൽ അത്രയും ഇൻക്രീസ് ആവുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ക്യാഷ് കുറഞ്ഞു, ബാങ്ക് കൂടി. ഇതാണ് ട്രാൻസാക്ഷൻ. ജേണൽ എൻട്രി എഴുതാനായിട്ട് സുഖമാണ്, 2 അസറ്റ് കാറ്റഗറിയാണ്. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇത് 80,000 ആണ് എമൗണ്ട്. ഓക്കെ, ഇനി ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം അമൽ. അമലിന്റെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ക്രെഡിറ്റിന് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമലിന് അത്രയും പൈസ അങ്ങോട്ട് കൊടുക്കണം. സോ അമൽ ഒരു ക്രെഡിറ്റർ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് സ്റ്റോക്ക് നമ്മൾ പർച്ചേസ് ചെയ്യാണ് ചെയ്തത്. സോ പർച്ചേസിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്ത് ക്രെഡിറ്ററിന് ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ 30,000 ആണ് എമൗണ്ട് ഇടണം. ഓക്കെ, ഇനി അടുത്തത് പർച്ചേസ്ഡ് ഓഫീസ് മെഷീനറി പെയ്ഡ് ബൈ ചെക്ക്. നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്തു എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തത്. ഇവിടെ ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചുകൊണ്ട് ഒരിക്കലും പർച്ചേസ് അക്കൗണ്ട് ഡെറ്ററിന് കൊടുക്കരുത്. ഈ ഒരു അസറ്റിന്റെ പേര് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ മെഷീനറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം ടു എന്ത് വരും, ഇവിടെ ചെക്ക് ആണ് പേ ചെയ്തിട്ടില്ല. ക്യാഷ് ആണെങ്കിൽ 2 ക്യാഷ് വന്നേന്, ക്യാഷ് കുറയാണല്ലോ. ഇവിടെ ചെക്ക് ആയതുകൊണ്ട് ബാങ്കിൽ നിന്നാണ് നമ്മുടെ അത്ര എമൗണ്ട് കുറയുന്നത്. സോ ബാങ്ക് കുറയുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ അടുത്തത് റെന്റ് പെയ്ഡ്. സിമ്പിൾ എൻട്രി ആണ്. റെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പെൻസ് ആണ്. സോ ഇതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. നമ്മൾ ക്യാഷ് ആണ് കൊടുക്കുന്നത്. സോ ക്യാഷ് നമ്മുടെ അത്രയും കുറയുമ്പോൾ നമ്മൾ ക്യാഷിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇനി അത് നമ്മൾ ചെക്ക് വഴിയെ കൊടുക്കണമെന്നുണ്ടെങ്കിലോ, ബാങ്കിൽ നിന്നാണ് അത്രയും കുറയുന്നത് അല്ലെ, ക്യാഷ് കുറയുന്നില്ല. സോ നമ്മൾ ബാങ്കിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഇപ്പൊ ഒന്നും പറയാത്തതുകൊണ്ട് ഇത് ക്യാഷ് ആയിരിക്കും. സോ നിങ്ങൾ ക്യാഷ് എഴുതിയാൽ മതി. ഇനി ഇവിടെ ബൈ ചെക്ക് എന്ന് അങ്ങനെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിന് വേണം ക്രെഡിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹിത്. ഓക്കെ, നമ്മൾ സാധാരണ ഒരു ക്യാഷ് സെയിൽസ് വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ഇങ്ങനെയല്ല എഴുതാറ്. ഇവിടെ ക്രെഡിറ്റ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ഡെപ്റ്ററിന്റെ പേര് വേണം, അതായത് ഇങ്ങോട്ട് തരാനുള്ള ആളുടെ പേര് വേണം നമ്മൾ മെൻഷൻ ചെയ്യാനായിട്ട്. സോ മോഹിത് ടു എന്ത് വരും, സെയിൽസ് എന്നാണ് എൻട്രി വരാം. ഓക്കെ, ഇനി ഇവിടെ ക്യാഷ് സെയിൽസ് കിടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ മോഹിത് ടു സെയിൽസ് അല്ല പറഞ്ഞേ. ഇതിൽ ക്യാഷ് സെയിൽസ് വരുമ്പോൾ പാർട്ടിയുടെ പേര് നമ്മൾ മെൻഷൻ ചെയ്യില്ല, പകരം ക്യാഷ് ടു സെയിൽസ് എന്നാണ്. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്, ക്യാഷ് ടു സെയിൽസ് അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് ജേണൽ എൻട്രി എഴുതാനായിട്ട് പറ്റും. ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ആ ഒരു ഇതിൽ എടുത്താൽ മതി. ഈ ക്യാഷ് പെയ്ഡ് ടു അമൽ, ഇവിടെ നമ്മൾ അമലിന് ഇത്രയും 30,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ടായിരുന്നു അല്ലെ, ക്രെഡിറ്റിന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട്. അപ്പൊ 30,000 കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ അമല് നമ്മുടെ ക്രെഡിറ്റർ ആയിരുന്നു, നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ആ ക്യാഷ് അങ്ങോട്ട് പേ ചെയ്യുമ്പോൾ ആ ക്രെഡിറ്റർ അവിടെ അത്രയും കുറയാണ് ചെയ്യുന്നത്. നമുക്ക് കൊടുക്കാനുള്ള ലൈബിലിറ്റി അവിടെ ഡിക്രീസ് ആവാണ് ചെയ്യുന്നത്. അപ്പൊ ക്രെഡിറ്റർ കുറയുമ്പോൾ, ലൈബിലിറ്റി കുറയുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. സോ അമൽ ടു ക്യാഷ് ആണല്ലോ പേ ചെയ്ത്, ക്യാഷ് അത്രയും കുറയുമ്പോൾ, അസറ്റ് കുറയുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റും ചെയ്യണം. ഇതാണ് നമ്മളുടെ ജേണൽ എൻട്രി വരാം. അതേപോലെ തന്നെ നമ്മളിവിടെ ഒരാൾക്ക് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മോഹിത്തിന് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രെഡിറ്റ് ആയിരുന്നു. നമുക്ക് ആള് ഇങ്ങോട്ട് പൈസ തരാനുണ്ടായിരുന്നു. അപ്പൊ ആള് നമുക്ക് ചെക്ക് ആയിട്ടാണ് തന്നത്. ഓക്കെ, ചെക്ക് തരുമ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് ആണ് കൂടുന്നത്. സോ ഇവിടെ ബാങ്ക് കൂടുമ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ദെൻ ടു ഇയാള് നമ്മുടെ ആരായിരുന്നു, ഡെപ്റ്റർ ആയിരുന്നു. അപ്പൊ നമ്മൾ അത്രയും പൈസ നമുക്ക് കിട്ടുമ്പോൾ അങ്ങനെ ഒരു അസറ്റ്, ഡെപ്റ്റർ എന്ന് പറയുന്ന ഒരു അസറ്റ് കുറഞ്ഞു.
ആ ഒരു അസറ്റ് കുറയുമ്പോൾ നമ്മൾ ആ അസറ്റിന് എന്ത് ചെയ്യണം? അസറ്റ് കുറയുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ ആള് നമ്മൾ ക്രെഡിറ്റും ചെയ്യണം. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമ്മൾ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാ ആസ്പെക്റ്റും നമ്മൾ ക്ലിയർ ചെയ്തതാണ്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു പാർട്ടും കൂടി കണ്ടിട്ട് വരണം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാന്നുള്ളത് നോക്കാം.